ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ. പ്രത്യേക അന്വേഷണ സംഘം നിയമ നടപടികളിലേക്ക് കടക്കുകയാണ്. പോക്സോ സ്വഭാവമുള്ള വെളിപ്പെടുത്തലിൽ നേരിട്ട് കേസെടുക്കാൻ തീരുമാനം. ഗൗരവ സ്വഭാവമുള്ള മറ്റ് 20 മൊഴികളിൽ വീണ്ടും പരാതിക്കാരെ കാണുന്നതായിരിക്കും. അനന്തരം ഈ വാർത്തയുടെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? മൊഴികൾ ഒന്നായി പരിശോധിച്ചപ്പോൾ അന്വേഷണ സംഘത്തിന് വ്യക്തമായ കാര്യങ്ങൾ എങ്ങനെയാണ്? പറയൂ. പൂജ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇന്നലെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ യോഗം ചേർന്നത്. ക്രൈംബ്രാഞ്ച് ADGPയുടെ നേതൃത്വത്തിലായിരുന്നു ഈ യോഗം. ഈ അന്വേഷണ സംഘത്തിലെ മുഴുവൻ ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പൂർണ്ണ രൂപം ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ADGPയുടെ കയ്യിലും ഈ അന്വേഷണ സംഘത്തിൻ്റെ കൈവശവുമാണുള്ളത്. ഇതിൽ ഏതാണ്ട് 3000-ഓളം പേജുകളുള്ള ഒരു റിപ്പോർട്ടാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കൈവശമുള്ളത്. അതിൽ നേരത്തെ തന്നെ ഈ റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിരുന്ന സാക്ഷിമൊഴികൾ ഭാഗം തിരിച്ച് ഓരോ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും നൽകിയിരുന്നു. അവർ ആ മൊഴികൾ പഠിച്ച് ഇന്നലെ ഒരു റിപ്പോർട്ട് ഈ യോഗത്തിൽ ADGPക്ക് മുൻപാകെ വെക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ടൊരു 20-ലധികം മൊഴികളിൽ അടിയന്തരമായ നിയമ നടപടികളിലേക്ക് പോകാം എന്നുള്ളൊരു നിലപാടിലാണ് അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട നടപടികൾ തുടരുകയും ചെയ്യും. ഈ കുട്ടികൾ പീഡനത്തിന് ഇരയായി എന്ന സൂചന നൽകുന്ന മൊഴികളും ഈ റിപ്പോർട്ടിലുണ്ട്. അപ്പോൾ ആ മൊഴികളുമായി ബന്ധപ്പെട്ട് പോക്സോ കുറ്റമടക്കം ചുമത്താവുന്ന മൊഴികളാണ്. അങ്ങനെ പോക്സോ കുറ്റമടക്കം ചുമത്താവുന്ന മൊഴികളിൽ ഉടൻ തന്നെ കേസെടുത്ത് അന്വേഷണത്തിലേക്ക് പോകാനാണ് യോഗത്തിൻ്റെ തീരുമാനം. അതിൽ ഈ മൊഴി നൽകിയവരെ വീണ്ടും കണ്ട് മൊഴിയെടുക്കേണ്ട ആവശ്യമില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടുള്ള മൊഴികൾ തന്നെ മതി കേസെടുക്കാൻ എന്നുള്ളൊരു നിലപാടിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. മറ്റ് ഗൗരവ സ്വഭാവമുള്ള മൊഴികൾ, ആ മൊഴികളുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം ആവശ്യമാണ്. ആ മൊഴികൾ ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ നൽകിയ ആൾക്കാരെ നേരിട്ട് കണ്ട് അവരുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും. അവരുടെ കൂടി സമ്മതപ്രകാരമായിരിക്കും തുടർ കേസ് എടുക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലേക്ക് തീരുമാനമെടുക്കുക. അവർ താല്പര്യം പ്രകടിപ്പിച്ചാൽ ആ മൊഴികൾ വീണ്ടും രേഖപ്പെടുത്തി FIR രജിസ്റ്റർ ചെയ്തുകൊണ്ട് അന്വേഷണത്തിലേക്ക് പോകും. അതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. 2 ആഴ്ചയ്ക്കുള്ളിൽ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് നൽകണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. അപ്പോൾ വളരെ വേഗത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിലേക്ക് കടക്കുകയാണ്. വരും ദിവസങ്ങളിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടാം. പ്രത്യേകിച്ച് പോക്സോ വകുപ്പ് ചുമത്താവുന്ന കുറ്റങ്ങളിൽ പെട്ടെന്ന് തന്നെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണത്തിലേക്ക് പോകും. മറ്റുള്ള മൊഴികളിൽ ആ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി നൽകിയവരുടെ താല്പര്യം കൂടി പരിഗണിച്ചുകൊണ്ടാകും കേസെടുക്കുക. അവരുടെ മൊഴി വീണ്ടും ലഭിക്കുകയാണെങ്കിൽ, ആ മൊഴിയിൽ അവർ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ആ നിയമ നടപടികളിലേക്ക് പോവുകയും ചെയ്യും. ഏതായാലും 2 ആഴ്ച ഈ ഹൈക്കോടതി നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ കേസുകൾ എടുത്ത് അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ എടുക്കുകയും ആ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കാനാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. പൂജ.